ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനെക്കൊണ്ട് ഞാനൊരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലുണ്ട്, നെയ്യുണ്ട്, കുറച്ച് പാൽപ്പൊടിയുണ്ട്, കുറച്ച് പഞ്ചസാരയുണ്ട്. ഇത്രയെല്ലാം സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനത് ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ വശത്തുള്ള ഇതെല്ലാം നമുക്ക് മുറിച്ച് കളയണം. ഇതെല്ലാം കളയണം. ഇതൊന്നും വേണ്ട നമുക്ക്. അപ്പം ഇങ്ങനെ കളയാം. നാല് ഭാഗവും അത് നമുക്ക് കളഞ്ഞ് കളയാം. കാണുന്നുണ്ടോ നിങ്ങൾ ഞാൻ മുറിച്ച് കളയുന്ന പഞ്ചസാരയും ഇങ്ങോട്ടാക്കും. അപ്പോൾ മര്യാദയ്ക്ക് കാണും. അപ്പോൾ ഈ ഭാഗവും കൂടി ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. ഈ ഭാഗവും മുറിച്ച്. എന്നിട്ട് എന്ത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പീസാക്കുക. ഇങ്ങനത്തെ ഓരോ പീസാണ് നമുക്ക് വേണ്ടത്. കണ്ടല്ലോ. എന്നിട്ട് ഇതിനെയാണ് നമുക്കിനി എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കേണ്ടത്. നല്ല പീസുകളെ നോക്കി നമുക്ക് എടുത്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലിടാം. ഇത്രയും ഇനി മറ്റതും കൂടി ഞാൻ വേഗം എടുത്തിട്ട് വരുന്നേ. ഇതേപോലെ ആക്കി വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ബ്രെഡായിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പം വെളിച്ചെണ്ണ കാഞ്ഞ് ഞാനൊന്ന് എണ്ണയിലിട്ടിട്ട് അതിനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം പൊരിച്ചെടുക്കുക. എല്ലെണ്ണം നമ്മൾ മുറിച്ച് വെച്ചതെല്ലാം ഇതേപോലെ നമുക്ക് നല്ല ഇതായിട്ട് പൊരിച്ചെടുക്കുക. ബ്രെഡെല്ലാം പൊരിച്ചെടുക്കണം. അതിൻ്റെ ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതിങ്ങ് വാങ്ങി എന്നിട്ട് അടുത്തിട്ട് കൊടുക്കുക. അപ്പം ഞാനെല്ലാം പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിതെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാം വറുത്ത് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കണം കുറച്ച്. എന്നുവെച്ചാൽ പഞ്ചസാരേൻ്റെ അകത്ത് വേണം ഇനി ഒന്ന് ഇട്ടിട്ടെടുക്കാൻ. അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കട്ടെ. പഞ്ചസാര കുറച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 ഏലക്കായേൻ്റെ ഇത് കൊടുത്തിരുന്നുണ്ട്. ആ പഞ്ചസാരക്ക് ഏലക്കായേൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടുന്ന് ചൂടായി വരട്ടെ. പഞ്ചസാര ഉരുകട്ടെ. അതിൻ്റെ അകത്തേക്ക് വേണം നമുക്ക് ഓരോന്നിനെ ഈ ബ്രെഡിനെ എടുത്തിടാൻ. അപ്പോൾ ഇതാ പഞ്ചസാര ഒരു നൂൽ പരുവൊന്നും വേണ്ട, ഉരുകിയായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ. ബ്രെഡിനെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിതിനെ മാറ്റിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കണം. ഓരോന്നിനും അതിൽ നിന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇതാ എല്ലാം പഞ്ചസാര ലായനിയിൽ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം മുങ്ങിയിട്ട് അലിഞ്ഞു പോവും ബ്രെഡ് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ. എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് തിരിച്ച് മറിച്ച് വിട്ടപ്പാട് എടുക്കണം. ഇനി നമുക്കൊരു ക്രീം ആക്കണം ഇതിന്. അപ്പോൾ ഇതാ ഇപ്പം കത്തിച്ചിട്ട്
വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിളഞ്ഞ് ചൂടാകുമ്പോൾ നമുക്ക് പാൽപ്പൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇളഞ്ഞ് ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കണം, ഇല്ലേ കട്ടയായി പോകുമല്ലോ പാൽപ്പൊടി. കട്ടയാവാണ്ട് നോക്കണം. നാളം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു പാക്കറ്റ് ഇട്ടു, അടുത്തും കൂടി ഇടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടയാവാണ്ട് ഇളക്കി കൊടുക്കാം. ഇളം ചൂട് തന്നെ ഇടണം, ഇല്ലെങ്കിൽ കട്ടയായിപ്പോവും. അപ്പോൾ ഇത് കുറുകി വരണം. ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം, കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ക്രീം പോലെ ആയിട്ട് കിട്ടും. നമുക്ക് ക്രീമിൻ്റെ പരുവത്ത് കിട്ടും ഇത്, ഈ പാൽപ്പൊടി കുറുകി വന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മധുരത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച്. ഒരു ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വേണമല്ലോ അതിന്. ക്രീമിന് മധുരം വേണം, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിയാണ്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറുകി വന്നിട്ട് നമുക്ക് കാണാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉരുകിയിട്ടില്ലേ, ചടുപ്പിട്ടെടുത്ത് വെച്ചുകൊണ്ട് ഉരുകി. ലേശം നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാം അപ്പോൾ ഇത് ഗൈസ് നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് വാങ്ങാം. ഇത് നല്ല ക്രീം പരുവത്തിലായിട്ട് കണ്ട അടിപൊളിയായി. അപ്പം ഞാൻ തീ ഓഫാക്കി. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ക്രീം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല ക്രീം പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളാക്കി വെച്ച ഓരോന്നെടുക്കുക. ഇനി ക്രീം തടയി കൊടുക്കുക. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട. ഇപ്പോൾ കുഞ്ഞു മക്കൾക്കെല്ലാം ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇഷ്ടപ്പെടും. എന്നിട്ട് അതിൻ്റെ മേലെ വേറെ ഒന്ന് എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക. ഓക്കേ, കണ്ടല്ലോ, അടിപൊളിയല്ലേ. അപ്പം ഇതേപോലെ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെയാണ് ആക്കേണ്ടത്, കണ്ടല്ലോ. അതിൻ്റെ മേലെ വന്നിട്ട് വേറെ ഒന്ന് എടുത്തിട്ട് വെച്ചോളൂ. കണ്ട. എന്നിട്ട് ഇതിങ്ങനെ കടിച്ച് തിന്നോളൂ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എല്ലാം ഞാൻ എടുത്ത് വെച്ച് കാണിക്കാം. അപ്പോൾ ഇതാ ഗൈസ്, ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഐറ്റം ഇതാണ്, കണ്ടോ. നല്ല അടിപൊളിയാണ്. കുട്ടിയൊക്കെയായാലും വലിയക്കായാലും എല്ലാം കഴിക്കാം, കേട്ടോ. ക്രീം ഇതിനിയിപ്പം കടിച്ച് നമുക്ക് കഴിക്കാം. ഇത് അധികം നമ്മൾ പഞ്ചസാര ലായനിയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പാട് അലിഞ്ഞു പോകും. അങ്ങനെ എനിക്കൊന്ന് പറ്റി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പറ്റിയ അബദ്ധവും കാണണ്ടേ. ഇതാ കണ്ട, അധിക നേരം വെച്ച് പോയതാണിത്. പഞ്ചസാര ലായനിയിൽ ഒന്ന് തിരിച്ച് മറിച്ച് വിടുകയേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെയായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം തിരിച്ചും മറിച്ചും വേഗം ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.